നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളമാകെ പോലീസ് സ്റ്റേഷൻ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലിട്ട് മൃഗീയമായി 2 ദിവസം പോലീസിന്റെ 3ാം മുറ പ്രയോഗിച്ച അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പോലീസിനെതിരെ സംസാരിക്കുന്നത്. കേവലം പത്രമാധ്യമങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ കണ്ടിട്ടുള്ളതല്ല. പോലീസിന്റെ ക്രൂര പീഡനങ്ങൾ നയനാർ സർക്കാരിന്റെ കാലം മുതൽ എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ കേരളം ഭരിച്ചിട്ടുണ്ടോ അന്നൊക്കെ ഇവിടെ സ്വഭരണമായിരുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കാക്കിയിട്ട പോലീസുകാരന് ഒരു ധാരണയുണ്ട്, കാക്കി അങ്ങ് ദേഹത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിമാനുഷികന്മാരാണെന്ന്. ആ കാക്കി എന്നോടി വോട്ടിലോട്ട് ഇറങ്ങണം. നിങ്ങളുടെ ധൈര്യവും നിങ്ങളുടെ തന്റെ ഇടവും എന്താണ് എന്ന് ഞങ്ങൾ കാട്ടിത്തരാം. ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. ഈ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ സമാധാനപരമായ പ്രതിഷേധമാണ് ആവശ്യമെന്നത് പറഞ്ഞത് കൊണ്ട് മാത്രം ഞങ്ങൾ 2 ആഴ്ച മുമ്പ് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഈ പിണറായി വിജയൻ വസിക്കുന്ന വീട്ടിലേക്ക് ഞങ്ങൾ ആക്രമണ സ്വഭാവത്തോടെയുള്ള പ്രകടനം നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർക്കൊക്കെ നിങ്ങൾ വധശ്രമത്തിന് കേസിട്ട് ജയിലിലടച്ചിട്ടുണ്ട്. അത്തരം വിരട്ടലുകൾ കൊണ്ടൊന്നും ഇന്ത്യയിലെയോ കേരളത്തിലെയോ കടലംകുളത്തെയോ കോൺഗ്രസുകാരെ പിന്മാറ്റാമെന്ന് വിചാരിച്ചാൽ പ്രതിഷേധം ആളിക്കത്തുക തന്നെ ചെയ്യും. ജനങ്ങളുടെ മനസ്സിലെ പ്രതിഷേധം, ജനങ്ങളുടെ മനസ്സിലെ വികാരമാണ് ഈ സർക്കാരിനെതിരെയുള്ള, ഈ പോലീസ് സേവാന്മാർക്കെതിരെയുള്ള പ്രതിഷേധം ഇവിടെ സമാധാനപരമായ ഒരു പ്രതിഷേധ സദസ്സായി അവസാനിക്കുന്നത്. ഇത് നിങ്ങൾ വരാൻ പോകുന്ന 6 മാസക്കാലം, ഇനി വളരെ കുറച്ചു നാളുകൾ മാത്രമേ പിണറായി വിജയന്റെ പോലീസിന്റെയും കളികൾക്ക് കാലമുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ പീഡിപ്പിച്ച, നിങ്ങൾ ബുദ്ധിമുട്ടിച്ച, നിങ്ങൾ ക്രൂരമായി മർദ്ദിച്ചവരൊക്കെ നിങ്ങൾക്കെതിരായി പരാതികൾ നൽകും. നിങ്ങൾക്കെതിരായ FIR ഉണ്ടാകും. നിങ്ങളെ വിചാരണ ചെയ്യുവാൻ ഇവിടുത്തെ കോടതികൾ സജ്ജമാകും. ഇന്നത്തെ മാധ്യമങ്ങൾ കാണണം. നേപ്പാളിലെ ഒരു പ്രക്ഷോഭകാരി പോലീസിന്റെ പടച്ചട്ടയും പോലീസിന്റെ ആയുധവും പോലീസിന്റെ തൊപ്പിയും എടുത്ത് തെരുവീഥികളെ കീഴടക്കിയിരിക്കുന്നത്. സമീപകാലത്ത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഭരണകൂടങ്ങൾക്ക് കാലത്തിന്റെ ചുവടുകെട്ടാണത്. അത് നേപ്പാളിൽ നടക്കുന്നു, ശ്രീലങ്കയിൽ നടന്നു, ബംഗ്ലാദേശിൽ നടന്നു, മ്യാൻമാറിൽ നടന്നു. ഭരണകൂടങ്ങൾ ജനങ്ങളുടെ വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ, ജനാധിപത്യ ബോധത്തോടെ പ്രവർത്തിച്ചില്ല എങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങും. ജനങ്ങളില്ല എങ്കിൽ ഈ പോലീസ് സ്റ്റേഷൻ കാണില്ല, സെക്രട്ടേറിയറ്റ് കാണില്ല, കോടതി കാണില്ല, ഇലക്ഷൻ കമ്മീഷൻ കാണില്ല എന്ന ബോധം ഭരണകൂടങ്ങൾക്കുണ്ടാകണം. ജനങ്ങളാണ് വലുത്. ജനങ്ങളുടെ വികാരങ്ങൾ നിയമാനുസൃതമാകണം. എന്താണ് നിയമങ്ങൾ? നിയമങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നിയമം പഠിക്കുമ്പോൾ പറയുന്ന ആദ്യത്തെ കാര്യം, കോമൺ മാന്റെ കോമൺ സെൻസിൽ നിന്നാണ് ഒരു നിയമം ഉണ്ടാകുന്നത്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി. നമസ്കാരം.